നോമ്പിൽ ഇന്ന് 19-ാം ദിനം നാം ധ്യാനിക്കുന്നത് ജഡാവതാരം എന്ന വിഷയത്തെ അധികരിച്ച് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ശരീരം അശുദ്ധവും ദുർബലവും ദിവ്യത്വത്തിന് അർഹതയില്ലാത്തതുമെന്ന് കണക്കാക്കിയിരുന്ന ദർശനങ്ങളുണ്ടായിരുന്നു. ശരീരം പാപത്തിനും രോഗത്തിനും നശീകരണത്തിനും വിധേയമാകുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജഡധാരണം എന്നത് തീർത്തും അചിന്ത്യമായിരുന്നു. ഇതിന് വിരുദ്ധമായിട്ടാണ് യോഹന്നാൻ 1:14 വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. ജഡധാരണം എന്നത് ദൈവീക ദൗത്യത്തിൻ്റെ ഹൃദയമാണ്. മനുഷ്യൻ്റെ വീണ്ടെടുത്ത് സാധ്യമാണ് എന്ന പ്രഘോഷണമാണ്. ദൈവം നമ്മുടെ ദുർബലാവസ്ഥയിൽ നമ്മെ ഉപേക്ഷിക്കാതെ അതിൽ ഉൾപ്രവേശിച്ച് അതിനെ പരിവർത്തനം ചെയ്യുന്നു. വഴികാട്ടിയല്ല, വഴിയായി മാറുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ജഡധാരണം നിയതമായി ഉദ്ദേശ്യത്തോടു കൂടിയായിരുന്നു. അശുദ്ധരെ സ്പർശിച്ചും പാപികളോടൊപ്പം ഭക്ഷണം കഴിച്ചും ലോകത്തിൻ്റെ ദുരിതം പേറിയും മനുഷ്യൻ്റെ സകല അനുഭവങ്ങൾക്കും സാക്ഷിയായും അനുഭവിച്ചും മോചനത്തിനുള്ള വാതിൽ അവൻ തുറന്നു. അവനെപ്പോലെ സ്നേഹിക്കുവാനും നൊമ്പരങ്ങളുടെ ലോകത്ത് സ്വാന്തന സ്പർശനമാകുവാനുമുള്ള ക്ഷണമാണ് ക്രിസ്തുവിൻ്റെ ജഡധാരണം. അടിയുറച്ച ക്രിസ്തീയ വിശ്വാസമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഡോളി ജെയിംസ് ക്രിസ്തുവിൻ്റെ ജഡാവതാര സാന്നിധ്യത്തിന് ഉത്തമ ഉദാഹരണമാണ്. മാർത്തോമാ സഭയുടെ മുംബൈ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലുള്ള നവജീവൻ നവോദയ മിഷനുകളിൽ കൂടി മുംബൈയിലെ തെരുവുകളിൽ നിന്നും റെഡ് സ്ട്രീറ്റുകളിൽ നിന്നും കുട്ടികളെ വീണ്ടെടുക്കുന്നതിനും വീണ്ടെടുക്കപ്പെട്ട കുട്ടികളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി 2 പതിറ്റാണ്ടായി സമർപ്പണത്തോടെ ശുശ്രൂഷ ചെയ്യുന്നു. അശുദ്ധവും ഭീതിതവും അരക്ഷിതവുമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവയെ ക്രിസ്തുവിനു വേണ്ടി, ദീനനു വേണ്ടി പരിവർത്തനം ചെയ്യുവാൻ നാം സന്നദ്ധരാണോ? ഈ നോമ്പുകാലം അതിന് നമുക്ക് കഴിയട്ടെ.